അതൊക്കെ പ്രമോദിന്റെ സ്പെക്കുലേഷൻ എന്താ പെട്ടെന്ന്? വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി മലപ്പുറം പോലത്തെ ജില്ലകളിൽ, മുസ്ലിം ഡോമിനേറ്റഡ് ജില്ലകളിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ CPM കുറെ മുസ്ലിം, ഇപ്പൊ നിങ്ങൾ എടുത്താൽ അറിയാം, ഓരോ സംഘടനയിലെയും അവരുടെ കീഴ് സംഘടനയിലൊക്കെ മുസ്ലിം ആധിപത്യം കൊണ്ടുവന്നത് ഈ മുസ്ലിം ഇത് കിട്ടാനാ. ഈ പറഞ്ഞ പോലെ മരുമകനെ സപ്പോർട്ട് ചെയ്യുക. ഹീസ് ഓൾസോ മുസ്ലിം, ഇന്റേണലി ഹീസ് എ മുസ്ലിം. അതിലൊന്നും ഒരു മാറ്റമൊന്നും ഇല്ല അവർക്ക്. അപ്പൊ ആ ഒരു ഇത് എന്ത് വന്നാലും ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഇതിൽ കൃത്യമായ വിഭജനം ഉണ്ടാവും. മുസ്ലിം ഡോമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഇതുവരെ കഴിഞ്ഞ 2 ഇലക്ഷനും LDF മുസ്ലിം സപ്പോർട്ട് കിട്ടാനാണ് ഇവരൊക്കെ കൂട്ടുപിടിച്ചത്. കാരാട്ട് റസാക്കായാലും ഇവർ അതൊക്കെ കൈമാറും. അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കിക്കോളൂ, ആരാ ഒന്നിനൊന്നും മെച്ചം പൈസക്കാരാണ്, അല്ലാത്ത സാധാരണക്കാരൻ മാറി വന്നവനെ ഒന്നും അല്ല ആക്കിയിരിക്കണത്. അപ്പൊ അവരുടെ ഈ പറയുന്ന 3 പേര് കയ്യിൽ നിന്ന് പോയാൽ തീർച്ചയായിട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വളരെ, ആലപ്പുഴ, കൊല്ലം ഈ ജില്ലകളിൽ പത്മനാഭൻ സാറ് പറഞ്ഞ പോലെ വലിയൊരു താഴ്ചയുണ്ടാവും. അത് മുതലാക്കാൻ ഇപ്പൊ BJP ആയാലും കോൺഗ്രസ് ആയാലും ശ്രമിച്ചാൽ ഇവിടെ തീർച്ചയായും ഇതോടുകൂടി അൻവർ ഇപ്പൊ പ്രവചിച്ച പോലെ അവസാനത്തെ മുഖ്യമന്ത്രിയായി, CPM-ന്റെ അവസാന മുഖ്യമന്ത്രിയായി അവസാനിക്കും. യെസ്, മുഖ്യമന്ത്രി തനിക്ക് ഡാമേജ് ഉണ്ടാക്കിയെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞത്. ഈ ഡാമേജ് ഇടത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ അൻവറിന്? അൻവർ ഇടത് രാഷ്ട്രീയത്തിൽ തിരുത്തൽ ശക്തിയായി മാറുമോ? നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം.